ല്ലോ. അപ്പോൾ അത് കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഇലക്ട്രിക് ഒന്നാമത്തെ കാര്യം ഇതിന്റെ എഡ്ജ് ഉണ്ടല്ലോ ഉള്ളത്. പിന്നെ മുകളിലത്തെ നിലയിലാണെങ്കിൽ നെക്സ്റ്റ് നമസ്കാരം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പെരുവാങ്കുളങ്ങരയിലാണ്. നമ്മളുടെ പോറോത്തും HP ബ്രിക്ക് ഉപയോഗിച്ചിട്ട് തേക്കാത്ത ഫിനിഷിംഗിൽ എക്സ്പോസ്ഡ് ആയി ചെയ്യുന്ന മറ്റൊരു വീടിന്റെ വിശേഷങ്ങളാണ്. കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, ലിൻഡൽ ഹൈറ്റ് വരെയൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് HP ബ്രിക്സ് കൊണ്ടാണ് പണിതിട്ടുള്ളത്. 1850 സ്ക്വയർ ഫീറ്റ്സ് ആണ് മൊത്തം 2 നിലയിലായിട്ട് ഏരിയ വരുന്നത്. നമുക്കപ്പോൾ വർക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ഇപ്പോൾ ലിൻഡൽ ഹൈറ്റ് എത്തിയിരിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ഒക്കെ കൈയോടെ ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. പിന്നെ ഈ ചുമര് നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ മൂലകളിൽ VP ബ്രിക്കാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ VP ബ്രിക്ക് വെക്കുമ്പോൾ 2 ഗുണമാണുള്ളത്. ഒന്നാമത്തെ കാര്യം ഇതിന്റെ എഡ്ജ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മളത് ക്ലോസ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട, അത് അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. പിന്നെ നമ്മുടെ VP ബ്രിക്കിന് കംപ്രസീവ് സ്ട്രെങ്ത് വന്നിട്ട് 10 ന്യൂട്ടന് മുകളിലാണ്. കാരണം അതായത് അത്രയും സ്ട്രെങ്ത് ആണ്, അത്രയും ഉറപ്പ് കൂടിയ കട്ടയാണ്. ഇപ്പം നമുക്കിങ്ങനെ കോർണറുകളിലും ഇങ്ങനെ അറ്റത്തൊക്കെ വെക്കുമ്പോൾ ഒരു പില്ലർ എക്സ്ട്രാ പണിത് ഒരു സ്ട്രെങ്ത്തും കൂടി നമ്മുടെ സ്ട്രക്ചറിന് വരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഈ 2 പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇതുപോലെ VP ബ്രിക്ക് സൈഡിൽ മൂലകളിൽ ഒക്കെ പണിയാറുണ്ട്. അതുപോലെ ഈ സൈറ്റിലും വന്നിട്ടുണ്ട്. ഇവിടെ പ്ലാൻ പ്രകാരം താഴത്തെ നിലയിൽ 2 റൂമാണ് വന്നിട്ടുള്ളത്. പിന്നെ മെയിൻ ഒരു ലിവിങ് ഏരിയ ഉണ്ട്, കിച്ചൺ ഉണ്ട്, അവിടെ വർക്ക് ഏരിയ ഉണ്ട്. അത്രയും ഭാഗമാണ് ഈ ഒരു താഴത്തെ നിലയിൽ വന്നിട്ടുള്ളത്. മുകളിലത്തെ നിലയിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ലിൻഡൽ ജസ്റ്റ് വാർത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ലിൻഡൽ വാർക്കുമ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലായിടത്തും പല കടിച്ചിട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ ലിൻഡൽ സാധാരണ വാർക്കുക. നമ്മളുടെ ഈ ബ്രിക്കാവുമ്പോൾ നമ്മൾ പാത്തി പോലെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഈ കട്ടയുടെ ഉള്ളിൽ തന്നെയാണ് വാർക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ പല കടിക്കണതും അത് അഴിക്കണതും ആ പണിയൊക്കെ നമുക്ക് അതുമേൽ ലാഭിക്കാൻ പറ്റും. കട്ട നമുക്ക് കട്ട് ചെയ്യണം, അതൊരു വർക്ക് വരും. പക്ഷേ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി, ആ ഭംഗി പോവില്ല. പിന്നെ എക്സ്ട്രാ പിന്നെ പല കഴിക്കല് അങ്ങനത്തെ പണിയൊന്നും വരില്ല. അപ്പോൾ ആ ലെവലിലാണ് ഇപ്പോൾ ഇവിടെ പണി വന്ന് നിൽക്കുന്നത്. നമ്മളുടെ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ പോറോത്തും HP ബ്രിക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹൊറിസോണ്ടലി പെർഫറേറ്റഡ് ബ്രിക്സ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതുപോലെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ഹോൾസ് ആണ് വരിക. അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ബ്രിക്കുണ്ട്, VP ബ്രിക്കും ഉണ്ട്. നമ്മളുടെ കൺസീൽഡ് ആയിട്ട് ഇതിൻ്റെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ഒക്കെ ഇപ്പം തന്നെ പോയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ പോണ പൈപ്പുകളൊക്കെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് കൊടുക്കാനായിട്ട് ഈ പോർഷനിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് മുകളിലേക്കുള്ള കണക്ഷൻസ് പൈപ്പുകൾ ഇട്ടു പോവുക. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളതാണ് ഈ പൈപ്പൊക്കെ കാണുന്നത്. അത് നമ്മൾ ലിൻഡൽ ചെയ്യുമ്പോൾ ഓൾറെഡി ലിൻഡലിൻ്റെ മുകളിലേക്ക് പോണ പൈപ്പ് മുന്നേ തന്നെ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ പിന്നെ ലിൻഡൽ പൊട്ടിക്കാനും അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഇടാനൊക്കെ നിൽക്കണ്ടേ. അപ്പം അതൊന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് നല്ല ഭംഗിയും പിന്നെ ചിലവും കുറച്ചിട്ട് നമുക്ക് പൈപ്പൊക്കെ മുന്നേ തന്നെ ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ ഈ വീടിൻ്റെ ഹാളിൽ തന്നെ ഇവിടെ ഇങ്ങനെ നമ്മളുടെ കട്ട ഉപയോഗിച്ചിട്ട് ഇതുപോലെ പില്ലർ പോലെ ഒരു പർഗോള സ്റ്റൈലിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ബ്രിക്കിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് ഈ ഐഡിയ പോലെ പല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും നമ്മളുടെ ഈ ബ്രിക്ക്. അപ്പോൾ ആ ഒരു സെയിം ഫിനിഷിങ് തന്നെ ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ, അപ്പോൾ ത്രൂ ഔട്ട് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഇൻറ്റീരിയറിലും ആ ലൈൻസ് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ ആ ഒരു എലമെൻറ്റ് ആ ഒരു സൈഡിലും അതേ ബ്രിക്ക് ഉപയോഗിച്ചിട്ട് അതേ ഒരു സ്റ്റൈലിൽ തന്നെ ഒരു ഡിസൈനും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇവരുടെ കിച്ചൺ ആണ് കേട്ടോ. വാസ്തുപ്രകാരം നോക്കുമ്പോൾ മെയിൻ റോഡിനോട് ചേർന്നിട്ടാണ് കിച്ചണ് സ്ഥാനം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് മൊത്തത്തിൽ ഈ കിച്ചണിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് ഇവർ ബാക്കി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണാണ് ഇവിടെ ഉള്ളത്. ഫുള്ള് എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് എല്ലാ ചുമരുകളും വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രിക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളുടെ ബ്രിക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത് വിനബർഗർ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ്. നമ്മളുടെ ഒരു ബ്രിക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും അതിൻ്റെ ടൈപ്പും അതിൻ്റെ സൈസും പിന്നെ നമ്മുടെ ബ്രാൻഡ് ലോഗോയും എല്ലാ ഡീറ്റെയിൽസും
ഡീറ്റെയിൽസും നമ്മളുടെ ഒരു ബ്രിക്കിൽ കാണാൻ പറ്റും. അപ്പോൾ പോറോത്തോം തന്നെ ഓരോ സ്ഥലങ്ങളുടെ പേരൊക്കെ വെച്ചിട്ട് അവിടുത്തെ പോറോത്തും ഇവിടുത്തെ പോറത്തും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പോറോത്തോം എന്ന് പറഞ്ഞാൽ വിനോബകറിൻ്റെ ഒരൊറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചൂട് കുറവായിരിക്കുന്നതാണ്. നമ്മൾ നല്ല ചൂടുള്ള സമയങ്ങളിൽ ഉറപ്പായിട്ടും 7 ഡിഗ്രിയോളം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ പുറത്തേക്കാളും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ ഉറപ്പ് കൂടുതൽ എന്നുള്ളതുമായിട്ട് ഡ്യൂറബിലിറ്റിയും അതൊക്കെ അതിൻ്റെ കൂടെ വരുന്ന വേറെ കാര്യങ്ങളാണ്. നമ്മൾ വൺസ് ഒരു വീട്ടിൽ താമസിച്ചാൽ ഏറ്റവും കൂടുതൽ ഈ കട്ടയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ചൂട് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ. അത് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ തൃശ്ശൂർ ആൻഡ് പാലക്കാട് ജില്ലകളിലെ ഈ ബ്രാൻഡിൻ്റെ സ്റ്റോക്കിസ്റ്റ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.